പാർലമെൻറ്റിൻ്റെ ആദ്യ ദിനം പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായിരുന്നു. വിവിധ വിഷയങ്ങളാണ്. SIR ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് ഡൽഹിയിലെ വായുമലിനീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുടെ SIR തന്നെയാണ് പ്രധാനമായും പ്രതിപക്ഷം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആ വിഷയത്തിൽ എന്തൊക്കെയാണ് ഇപ്പോൾ രണ്ടാം ദിവസമാണ് ഇന്ന്. ആ രണ്ടാം ദിവസത്തിൽ ഇതേ വിഷയത്തിൽ തന്നെയാണോ കൂടുതൽ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണോ പ്രതിപക്ഷ തീരുമാനം? അക്കാര്യങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ പ്രധാന നേതാവ് കൂടിയായ NK പ്രേമചന്ദ്രൻ MP ഇപ്പോൾ നമ്മൾ വ്യക്തമാക്കുക. എങ്ങനെയാണ് ഈ വിഷയം സജീവമായി നിർത്താൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം? കഴിഞ്ഞ ദിവസം ചേർന്ന ഓൾ പാർട്ടി മീറ്റിങ്ങിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പൊതുവായി ഉന്നയിച്ച ആവശ്യങ്ങളിലൊന്നാണ് SIR ചർച്ച ചെയ്യണം. ഇനി SIR എന്ന നിലയിൽ ഗവൺമെൻറ് അത് ചർച്ച ചെയ്യുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്തെ പരിഷ്കാരങ്ങൾ, ഇലക്ടറൽ റിഫോംസ് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടെങ്കിലും ചർച്ച ചെയ്യാൻ തയ്യാറാകണം. അങ്ങനൊരു പൊതു നിർദ്ദേശമാണ് സർവകക്ഷി യോഗത്തിൽ എല്ലാ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വെച്ചത്. സഭ നടക്കണം എന്ന് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് പകൽ പോലെ വ്യക്തമായിട്ടുള്ളതാണ്. ഇതേവരെ കഴിഞ്ഞ ദിവസം ഇതൊക്കെ പറഞ്ഞിട്ടും ഇതേവരെ ആ കാര്യത്തെ സംബന്ധിച്ച് പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യാൻ ഗവൺമെൻറ് സന്നദ്ധമായിട്ടില്ല, തയ്യാറായിട്ടില്ല. ആ സാഹചര്യത്തിൽ SIR അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്തെ പരിഷ്കാരങ്ങളെ സംബന്ധിച്ച് പാർലമെൻറ്റ് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായ പ്രതിഷേധം പാർലമെൻറ്റിനകത്തും പുറത്തും തുടരാൻ തന്നെയാണ് പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെ യോഗം കഴിഞ്ഞ ദിവസം തീരുമാനിച്ചത്. ഇന്നും ആ നടപടികൾ തന്നെ തുടരാൻ തന്നെയാണ് പൊതുവെ ആലോചിച്ചിട്ടുള്ളത്. അടുത്ത പ്രധാനമന്ത്രി ഉൾപ്പെടെ പറയുന്നത് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ നിരാശ അത് മറികടക്കാനുള്ള നാടകങ്ങൾ സഭയിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നു. പ്രിയങ്ക ഗാന്ധി മറുപടി പറയുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞ സെഷനിൽ ഉണ്ടായിരുന്നില്ലല്ലോ. കഴിഞ്ഞ സെഷനിൽ ബീഹാർ തെരഞ്ഞെടുപ്പിന് 2-3 മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന സെഷൻ മുഴുവൻ വാഷ് ഔട്ട് ചെയ്തു. അന്ന് ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു SIR. വോട്ടർ പട്ടികയുടെ തീവ്രമായ സമഗ്രമായ പരിഷ്കരണം നടപ്പാക്കുമ്പോൾ അതിനായി ഇലക്ഷൻ കമ്മീഷൻ വച്ചിട്ടുള്ള 12 മാനദണ്ഡങ്ങൾ അത് പാർലമെൻറ്റ് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതിന് എന്ത് അപജയമാണ്, അപാകതയാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഗവൺമെൻറ് വിശദീകരിക്കാൻ കഴിയും, ഗവൺമെൻറ്റിൻ്റെ ഭാഗം വിശദീകരിക്കാൻ കഴിയും, ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗം ആ കാര്യത്തിൽ ഗവൺമെൻറ് വിശദീകരിക്കാൻ കഴിയും. അപ്പോൾ അത് വിശദീകരിക്കുന്നതിന് പകരം ഒരു ചർച്ച പോലും പാടില്ല എന്ന നിലപാട് എന്തുകൊണ്ട് ഗവൺമെൻറ് സ്വീകരിക്കുന്നു? അപ്പോൾ ഈ SIRനകത്ത് കൃത്രിമം നടക്കുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമല്ലേ? ഇപ്പോൾ ബീഹാർ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പരിശോധിച്ചാൽ അവിടെയുള്ള മിക്കവാറും എല്ലാ നേതാക്കളും, പ്രതിപക്ഷ മേഖലയിലെ എല്ലാ നേതാക്കളും ഒരേ സ്വരത്തിൽ പറയുന്നു, വലിയ തോതിലുള്ള തിരിമറി തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയിട്ടുണ്ട്. സപ്ലിമെൻ്ററി ലിസ്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഈ കൃത്രിമം ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ആ സപ്ലിമെൻ്ററി ലിസ്റ്റ് യഥാവിധി പരിശോധിക്കാൻ ആവശ്യമായിട്ടുള്ള സമയം കിട്ടുന്നില്ല. മെയിൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷമുള്ള അഡീഷണൽ ലിസ്റ്റ് വരുമ്പോഴാണ് ഈ തരത്തിൽ പേര് വെട്ടിമാറ്റുകയും പുതിയ പേര് എഴുതി ചേർക്കുകയും ചെയ്യുന്ന ധാരാളം നടപടികൾ ഉണ്ടാകുന്നത്. അത് പരിശോധിക്കാനുള്ള സാവകാശവും സമയവും പലപ്പോഴും പാർട്ടികൾക്ക് കിട്ടുന്നില്ല. കാരണം ചുരുങ്ങിയ ദിവസം മാത്രമുള്ളപ്പോഴാണ് ഈ അഡീഷണൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അത്തരമൊരു പശ്ചാത്തലത്തിൽ കുറ്റമറ്റതും സുതാര്യവുമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ നമ്മുടെ രാജ്യത്തുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ കാര്യത്തെ സംബന്ധിച്ച് രാജ്യത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരമാണ്, പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് പാർലമെൻറ്റ്. ജനാധിപത്യ വ്യവസ്ഥയുടെ അടിത്തൂണാണല്ലോ തെരഞ്ഞെടുപ്പ്. ഡെമോക്രാറ്റിക് പ്രോസസ്സിൻ്റെ ബേസ് ലെവലാണ് ഒരു ഇലക്ടറൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വന്നു ഭവിച്ചിട്ടുള്ള മാറ്റം, ആ മാറ്റത്തിന് ആധാരമായി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള 12 മാർഗ്ഗനിർദ്ദേശങ്ങൾ, ഈ കാര്യത്തിൽ ജനാഭിപ്രായം കൂടി അറിയണ്ടേ? വിൽ ഓഫ് ദ പീപ്പിൾ ആണല്ലോ പാർലമെൻറ്റ്. അപ്പോൾ ആ വിൽ ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്ന പാർലമെൻറ്റിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാന ഘടകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് മാറ്റി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ആ ആരോപണം ഗൗരവതരമായ ആരോപണമാണ്. അത് ചർച്ച ചെയ്യാൻ പോലും തയ്യാറല്ല എന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. അത് ചർച്ച ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സഭാ നടപടികൾ തടസ്സം കൂടാതെ നടത്തിക്കൊണ്ടു പോകാൻ ഗവൺമെൻറ്റും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോൾ SIR. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിൽ BLOമാരടക്കം ആത്മഹത്യ ചെയ്യുന്നു. കേരളത്തിലും സമാനമായ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ വിഷയത്തിൽ ജനങ്ങൾക്കും രാജ്യത്തിനുമുള്ള ആശങ്ക? അത് പാർലമെൻറ്റ് ചർച്ച ചെയ്ത് തന്നെ ആ കാര്യം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. അല്ലാത്ത പക്ഷം സഭാ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തുടർ നടപടികളെല്ലാം തന്നെ പിന്നീട് ആലോചിക്കും. ഏതായാലും സർക്കാരിനും ഈ സഭാ നടപടികൾ ഈ തരത്തിൽ പോയാൽ മതി എന്നുള്ള ആഗ്രഹമുണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം KK പ്രശാന്ത്, അമൃത ന്യൂസ്.